ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം, ഓരോ ദിവസവും തുടങ്ങുമ്പോൾ എങ്ങനെ നമുക്ക് ആത്മീയതയിലൂടെ ആ ദിവസത്തെ സന്തോഷമാക്കി മാറ്റാം, എങ്ങനെ അത് സാധിക്കും എന്നതിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഓരോ പ്രഭാതവും തുടങ്ങുന്നത് ദൈവത്തോടൊപ്പമാണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. രാവിലെ ഒരു ദിവസം നമ്മൾ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവമേ നന്ദി എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ഒരു ദിവസം തന്നതിന്, ഈ ഒരു ദിവസം തുടങ്ങാൻ പോകുന്നതിന് പ്രിയപ്പെട്ടവരെ നന്ദി പറഞ്ഞ് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോടൊപ്പം ഉണരാനായിട്ട് ശ്രമിക്കാം. ഒരു 5 മിനിറ്റ് എഴുന്നേറ്റിരുന്ന് ശാന്തമായിട്ട് മനസ്സും ശരീരമൊക്കെ റിലാക്സ് ചെയ്ത് ദൈവത്തോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുക. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു സങ്കീർത്തനങ്ങളിൽ നിന്നും 91, 23, 24 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വളരെ ഒരു ധൈര്യവും ശാന്തതയും സമാധാനവും വലിയൊരു ആത്മീയത ആ ദിവസം തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ ദിവസം ഫുൾ നമുക്ക് വലിയൊരു ഊർജം ലഭിക്കും, ഒരു പോസിറ്റീവ് എനർജി, ഒരാത്മീയ ഊർജം നമുക്ക് ദൈവം തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആദ്യം നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് ദൈവം തന്നിരിക്കുന്ന ദാനമാണ്. അതുകൊണ്ട് ശരീരത്തെ നമ്മൾ ഉണർത്തുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മളുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതിനാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ പ്രാർത്ഥിച്ച് അതിനുശേഷം അല്പസമയം ഒന്ന് ചെറിയ രീതിയിലൊന്ന് നടന്നോ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്തും നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേക ഒരു എനർജി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് സാധിക്കും. അത് പ്രാർത്ഥനയോടുകൂടി ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ശരീരം ഫുൾ പാസ് ചെയ്യും. അത് ആത്മീയമായിട്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു ദാനമാണ്. ആ ദാനം നമ്മൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ മനസ്സിൻ്റെ അസ്വസ്ഥതകളൊക്കെ മറക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രഭാതത്തിൽ ഉണർന്നും പ്രാർത്ഥനയോടെ ചെയ്യുമ്പോൾ, അത് ഏത് കാര്യമാണെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു വളരെയധികം ഒരു ശാന്തിയും സമാധാനവും ഒക്കെ പ്രത്യേകമായിട്ടൊരു ഭയങ്കരം ഒരു ഗ്രേസ് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളൊരു എക്സസൈസ് അല്ലെങ്കിൽ ഒരുപാട് ദൂരമൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം അന്നത്തെ ദിവസം നമ്മുടെ എനർജി അല്ലേ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജിയാണ്. പ്രത്യേകിച്ച് നമുക്ക് അസുഖങ്ങളൊക്കെ കൂടാനുള്ള കാരണം എന്താണ്? നമ്മൾ കൂടുതലായിട്ടും എക്സസൈസ് അങ്ങനെയുള്ള പ്രത്യേകിച്ച് നല്ല കാൽസ്യം അടങ്ങിയ ഫുഡുകൾ ഇതൊക്കെ ഇന്ന് പലരും ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഒരിടത്ത് തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ജോലി മേഖലയിലുമൊക്കെ ആണെങ്കിലും അല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, ഹൃദയത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു പ്രഭാതം നമുക്ക് മനോഹരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പ്രത്യേകമായിട്ടും പറയേണ്ട കാര്യമില്ല, കൂടുതൽ ആളുകളും ഇന്ന് അനുഭവിക്കുന്ന ഒന്നാണ് ഡിപ്രഷനും ടെൻഷനും ഒക്കെ അല്ലേ. ആ ദിവസം തന്നെ തലേദിവസം കിടക്കുന്നതിന് മുന്നേ തന്നെ നാളത്തെ ദിവസം ഓർത്ത് നമ്മളിങ്ങനെ വ്യാകുലപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ വിഷമവും കോപവും ദേഷ്യവും മനസ്സമാധാനക്കേടും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു ദിവസം പ്രാർത്ഥനയോടെ ആയിട്ട്
നമ്മൾ തുടങ്ങുമ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത് ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രഭാതവും വളരെ സന്തോഷത്തോടു കൂടി തുടങ്ങാനായിട്ട് പറ്റണം. 4-മത്തേത് മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടും സൗമ്യതയോടും കൂടി സംസാരിക്കുക എന്നുള്ളതാണ്. അന്നത്തെ ദിവസം മുഖം വീർപ്പിച്ച് പിടിക്കാതെ വളരെ സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുക, അവരെ ആശ്വസിപ്പിക്കുക, ആർക്കെങ്കിലും ഒരു സഹായം കൊടുക്കുക, നല്ല വാക്കുകൾ പറയുക. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം നൽകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് സമാധാനം നൽകുന്നു. 5-മതായിട്ട് വൈകുന്നേരം നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ ഒരു സമയം കണ്ടെത്തി സായാഹ്ന സമയത്ത് സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുൻപേ ആയിട്ട് ദൈവത്തോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അന്നത്തെ ആ ഒരു പ്രഭാതം തൊട്ട് ആ നിമിഷം വരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർക്കണം. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ആ വ്യക്തികളെ ഓർക്കണം. ഇന്ന് ഞാൻ എന്തെല്ലാം പുണ്യങ്ങൾ ചെയ്തു, എൻ്റെ സന്തോഷം കൊണ്ട് മറ്റുള്ളവരെ എത്രത്തോളം എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റി. ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ ദിവസം നമുക്കുണ്ടായ വേദനകളും ദുഃഖങ്ങളും പരിഹാസങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ ദൈവത്തോട് നമ്മൾ സംസാരിക്കുക. അതോടൊപ്പം തന്നെ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക. സായാഹ്നത്തിലെ ആ ഒരു സന്ധ്യപ്രാർത്ഥന, ആ ദിവസം തീരുന്നതിന് തൊട്ട് മുൻപുള്ള ആ പ്രാർത്ഥന നമ്മൾ ഇങ്ങനെ വേണം അവസാനിപ്പിക്കാനായിട്ട്. 6-മതായിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് പ്രാർത്ഥിച്ചിട്ട് കിടക്കാനായിട്ട് മറക്കരുത്. ദൈവത്തിന് നന്ദി പറയണം. നമ്മൾ ഉറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് കിടക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാവണം. അതായിരിക്കണം അന്നത്തെ ആ ദിവസം ആത്മീയതയോടെയും സന്തോഷത്തോടും കൂടി അവസാനിക്കുന്ന ആ ഒരു നിമിഷമെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോ ദിവസവും ദൈവസാന്നിധ്യത്തിൽ പ്രഭാതത്തിൽ ഉണരുവാനും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദൈവസാന്നിധ്യത്തിൽ ഉറങ്ങുവാനും ആ ദിവസങ്ങളും അങ്ങനെ ഓരോ ദിവസങ്ങളും മനോഹരമാക്കി തീർക്കാനും ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.